ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നമ്മുടെ അടുത്തൊരു USS ക്ലാസ്സിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കറിയാം എന്താണ് മാത്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണ്? സംഖ്യകളെ കുറിച്ചാണ് അല്ലെ? സംഖ്യകൾ ഇല്ലാതെ ഒരു മാത്സ് ടോപ്പിക് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. സംഖ്യകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് പോവാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സംഖ്യകളെ ഏതൊക്കെയാണ്, എന്തിനാണ് സംഖ്യകൾ എന്ന് പറയുന്നത്? 1, 2, 3 എന്നുള്ള നമ്പറുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള അക്കങ്ങളെയാണ് നമ്മൾ സംഖ്യകൾ എന്ന് പറയുന്നത്. അതിൽ എണ്ണൽ സംഖ്യകൾ എല്ലാം നമുക്കറിയാം. ഇനി നമ്മൾ ഇതിൽ പ്രത്യേകമായിട്ട് പഠിക്കാൻ പോകുന്നത് അതിസംഖ്യ, ന്യൂനസംഖ്യ എന്ന 2 തരത്തിലെ സംഖ്യകളെ വേർതിരിക്കാനായിട്ട് നമ്മൾ പോവാണ്. അതായത് സംഖ്യകളെ 2ആയിട്ട് നമ്മൾ തരംതിരിക്കുകയാണ്, അതിസംഖ്യകളിൽ നിന്നും ന്യൂന സംഖ്യകളിൽ നിന്നും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു ലൈൻ വരയ്ക്കുകയാണ്. അതിന്റെ സെന്ററായിട്ട് 0 എന്നൊരു സംഖ്യയെ നമ്മൾ മാർക്ക് ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ വലതുവശത്തേക്ക് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ എഴുതുന്ന സംഖ്യകൾ ഒന്ന് കൂട്ടി നമ്മൾ എഴുതും. 1, 2, 3, 4, 5 എന്നിങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ സംഖ്യകൾ എന്താണ്? നമ്മുടെ എണ്ണൽ സംഖ്യകളാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഈ സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കും? അതിസംഖ്യകൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിസംഖ്യകൾ അഥവാ പോസിറ്റീവ് നമ്പേഴ്സ്. എന്തുകൊണ്ടായിരിക്കും ഈ സംഖ്യകളെ അതിസംഖ്യകൾ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്? ഈ സംഖ്യകളുടെ തൊട്ട് മുന്നിൽ നമ്മൾ സൈൻ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ അതെന്ത് ചെയ്യുന്നില്ല, എപ്പോഴും അത് മാർക്ക് ചെയ്ത് വെക്കുന്നില്ല. ഒന്ന് കൂട്ടി പോകുന്ന രീതിയിലായതുകൊണ്ടാണ് അതിനെ പോസിറ്റീവ് നമ്പേഴ്സ് അല്ലെങ്കിൽ അതിസംഖ്യകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി 0ന്റെ ഈ സൈഡിലേക്കും ഏതാണ്, ഇടതുവശത്തേക്ക് നമ്മൾ കുറച്ച് സംഖ്യകൾ എഴുതാണ്. ഒന്ന് കുറച്ചാണ് എഴുതുന്നത്. -1, -2, -3, -4, -5 എന്നിങ്ങനെ നമ്മൾ സംഖ്യകളെ മാർക്ക് ചെയ്യാണ്. 0ന്റെ ഇടതുവശത്തേക്ക് നമ്മൾ -1, -2, -3 എക്സെട്ര എന്നിങ്ങനെ സംഖ്യകളെ മാർക്ക് ചെയ്യുമ്പോൾ ഈ സംഖ്യകളെ നമ്മൾ ന്യൂന സംഖ്യകൾ എന്നാണ് വിളിക്കുന്നത്. ഈ സംഖ്യകൾ എന്താണ് വിളിക്കുന്നത്? ന്യൂനസംഖ്യകൾ. അല്ലെങ്കിൽ ഇതിന് ഇംഗ്ലീഷ് വേർഡ് നിങ്ങൾക്ക് പറയാൻ പറ്റും, എളുപ്പത്തിൽ പറയാൻ പറ്റും. ഇതിന് പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നെഗറ്റീവ് സൈൻ കൂടെ നമ്മൾ ഇട്ടിട്ടുള്ളത്. കാരണം അത് എന്തായിരിക്കും? നെഗറ്റീവ് നമ്പേഴ്സ് ആണ്. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ് എന്താണെന്ന് കിട്ടി, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് എന്താണെന്ന് മനസ്സിലായി. 0ന്റെ വലതുവശത്താണ് നമ്മൾ പോസിറ്റീവ് നമ്പേഴ്സ് എഴുതുന്നത്. അതിനെ അതിസംഖ്യകൾ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിക്കും. 0ന്റെ ഇടതുവശത്തുള്ള സംഖ്യകളെ നമ്മൾ എന്ത് വിളിക്കും? ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എന്താണ് ന്യൂനസംഖ്യ എന്നും എന്താണ് അതിസംഖ്യ എന്നും നമ്മൾ ഒന്ന് ഓർത്തെടുത്തു. നമുക്ക് നമ്മുടെ USS എക്സാമിനൊക്കെ വരുന്നതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെ നമുക്ക് എന്താണ്, ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യാൻ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അതിന് മുന്നേ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഖ്യകളെ കുറിച്ച് ഞാൻ എന്ത് പറഞ്ഞു? 0യിൽ നിന്ന് ഒന്ന് കൂട്ടി എഴുതുന്നതാണ് അതിസംഖ്യകൾ എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിസംഖ്യകളിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതായിരിക്കും? 1 ആയിരിക്കും അതിസംഖ്യകൾ ഏറ്റവും ചെറിയ സംഖ്യ അല്ലെ? എന്താണ്? ഒന്ന് കൂട്ടി പോകുന്നതാണ് അതിസംഖ്യ. 0യിൽ നിന്ന് ഒന്ന് കൂട്ടി പോകുന്നതാണ് അതിസംഖ്യകൾ. അപ്പോൾ അതിസംഖ്യകൾ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്, ചെറിയ അതിസംഖ്യ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ നമ്മുടെ 0യിൽ നിന്ന് ഒന്ന് കുറച്ചു പോകുന്നതാണ് എന്ത്? ന്യൂനസംഖ്യകൾ. അങ്ങനെയാണെങ്കിൽ ന്യൂനസംഖ്യകൾ ഏറ്റവും വലുതാണ് -1 എന്ന് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ മറക്കരുത്, നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. എന്താണ് ഇവിടെ കുറച്ച് പോകുന്നത്? നമ്മൾ ആദ്യം 0യിൽ നിന്ന് ഒന്ന് കുറച്ചപ്പോൾ -1, ആ -1ൽ നിന്നും വീണ്ടും മൈനസ് കുറച്ചപ്പോഴാണ് -2 കിട്ടുന്നത്. അപ്പൊ അത് കുറഞ്ഞു പോവാണ്. ഇങ്ങോട്ട് പോകും തോറും കുറയുകയും, എന്താണ്, ഇടത്തോട്ട് പോകും തോറും കുറയുകയും വലത്തോട്ട് പോകുന്നതോറും കൂടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ന്യൂനസംഖ്യകൾ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? -1ഉം അതിസംഖ്യകൾ ഏറ്റവും ചെറിയ സംഖ്യ 1ഉമാണ്. ഓക്കെ, ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ 0 നമുക്ക് എന്ത് വിളിക്കാം? 0 എന്ന സംഖ്യയെ നമുക്ക് എന്ത് വിളിക്കാം? 0 എന്നത് ഒരു അതിസംഖ്യയോ ന്യൂനസംഖ്യയോ അല്ല. 0 എന്ന് പറയുന്നതിന്റെ പ്രത്യേകത എന്താണ്? അത് അതിസംഖ്യയാണോ ന്യൂനസംഖ്യയാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അത് അതിസംഖ്യയോ ന്യൂനസംഖ്യയോ അല്ല. 0 എന്നത് ഒരു അതിസംഖ്യയോ ന്യൂനസംഖ്യയോ അല്ല. ഈ കാര്യങ്ങളൊക്കെ അതിസംഖ്യയെ കുറിച്ചും ന്യൂനസംഖ്യയെ കുറിച്ചും നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മളിനി
നമ്മുടെ അതിസംഖ്യകളെയും ന്യൂനസംഖ്യകളെയും സങ്കലനം ചെയ്യുന്നതും വ്യവകലനം ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, നമുക്ക് രണ്ട് അതിസംഖ്യകളാണെന്ന് കരുതുക. 5, 10 എന്ന് പറയുന്നത് 2 അതിസംഖ്യകളാണ്. അവരെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്കറിയാമല്ലേ, ഒന്നും നോക്കാനില്ല, നമുക്ക് അവർ തമ്മിൽ കൂട്ടുന്നു 15 എന്ന് നമുക്ക് ഉത്തരം എഴുതുന്നു. ഇത് നമുക്കറിയാം, നമ്മൾ ചെറുപ്പം മുതലേ വളരെ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ ചെയ്തു വരുന്നതാണ്. ഇനിയിപ്പോൾ രണ്ട് ന്യൂനസംഖ്യകളെയാണ് നമ്മൾ കൂട്ടുന്നത് എന്ന് കരുതുക. എന്താണ്? 2 ന്യൂനസംഖ്യകളെയാണ് കൂട്ടുന്നത് എന്ന് കരുതുക. അത് കൂട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഒരു എളുപ്പമാർഗം ടീച്ചർ പറഞ്ഞുതരാം. രണ്ടും ന്യൂനസംഖ്യയാണെങ്കിൽ, ന്യൂനസംഖ്യയാണല്ലേ, -5 -10 രണ്ടും ന്യൂനസംഖ്യകളാണ്. രണ്ടും ന്യൂനസംഖ്യകളാണെങ്കിൽ നമ്മുടെ ഉത്തരം എന്തായാലും ഒരു ന്യൂനസംഖ്യ ആയിരിക്കും. അതിലൊരു സംശയവും. രണ്ടും ന്യൂനസംഖ്യകളെയാണ് കൂട്ടുന്നതെങ്കിൽ നമ്മുടെ ഉത്തരത്തിൽ എന്തായിരിക്കും? ഒരു ന്യൂനസംഖ്യ ആയിരിക്കും. അപ്പം മൈനസ് എന്തായാലും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായി. ഇനി എന്ത് ചെയ്യണം? ഇനി നമുക്ക് അതിൻ്റെ ഉത്തരം എന്താ, വാല്യൂ എത്രയാണെന്ന് അറിയണം. അത് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ നെഗറ്റീവിനെ മാറ്റി നിർത്തിയിട്ടുള്ള സംഖ്യകൾ, എന്താണ് സംഖ്യകൾ? 5, 10, ആ 2 സംഖ്യകളെ കൂടി കൂട്ടണം. അപ്പം 5 + 10 എത്രയാണ്? 15. അപ്പം നമുക്ക് ഉത്തരം എന്ത് കിട്ടും? -15 എന്ന് നമുക്ക് കിട്ടും. എന്താണ്? 2 ന്യൂനസംഖ്യകളെ കൂട്ടുമ്പോൾ എന്തായാലും അതൊരു ന്യൂനസംഖ്യ ആയിരിക്കും. അതുകൊണ്ട് അവിടെ നെഗറ്റീവ് ഉണ്ടായിരിക്കും. പിന്നെ ന്യൂനസംഖ്യകളെ കൂട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? അവരുടെ ചിഹ്നത്തെ മാറ്റി നിർത്തിയിട്ട് കൂട്ടുക. അപ്പോൾ എന്താണ്? 5 + 10 15 എന്ന് പറയുന്നു. അപ്പോൾ -15 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. മനസ്സിലായോ? ഇവിടെ നോക്കി നമ്മൾ ചെയ്ത സങ്കലനം എങ്ങനെയായിരുന്നു? 2 സംഖ്യകളും 2 ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ 2 അതിസംഖ്യകൾ തമ്മിലുള്ള സങ്കലനമാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഓക്കെ, 2 ന്യൂനസംഖ്യകൾ അല്ലെങ്കിൽ 2 അതിസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ എങ്ങനെയാണ് ഉത്തരം വരിക എന്നാണ്. അപ്പം എന്താണ്? 2 അതിസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം എന്തായാലും എന്തായിരിക്കും? ഒരു അതിസംഖ്യയായിരിക്കും. അതുപോലെ 2 ന്യൂനസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? ഒരു ന്യൂനസംഖ്യയായിരിക്കും. 2 അതിസംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം എന്തായിരിക്കും? ഒരു അതിസംഖ്യയായിരിക്കും. 2 ന്യൂനസംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ അതെന്താണ്? ഒരു ന്യൂനസംഖ്യ ആയിരിക്കും. ഈ കാര്യം മനസ്സിലായല്ലോ? സംശയമില്ലെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമുക്ക് വരാനുള്ള ചാൻസ് എന്താ? ഒരെണ്ണം ഒരു ന്യൂനസംഖ്യയും ഒരെണ്ണം ഒരു അതിസംഖ്യയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് വരാം അല്ലേ? ഒരെണ്ണം ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയുമായിട്ട് സങ്കലനം ചെയ്യണം. അവ തമ്മിൽ കൂട്ടുമ്പോൾ എന്താണ് ഉത്തരം വരിക എന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് -1 + 2 എന്നാണെന്ന് കരുതുക. എന്താണ്? നമ്മൾ -1 എന്ന് പറയുന്നത് ഒരു ന്യൂനസംഖ്യയാണ്, 2 എന്ന് പറയുന്നത് അതിസംഖ്യയാണ്. ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, 0 1 2 3 അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ -1 -2 -3 എന്നും പോകുന്നുണ്ട്. നമുക്ക് എന്താണ് വേണ്ടത്? -1 എന്ന ന്യൂനസംഖ്യയോട് കൂടി 2 കൂട്ടണം. ഓക്കെ, കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് സൈഡിലേക്ക് പോവുക? റൈറ്റ് സൈഡിലേക്ക്, വലത്ത് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം -1ൻ്റെ കൂടെ 2 എന്ന് കൂട്ടുന്നു. അപ്പം -1 ഇപ്പോൾ 2 എന്നാകുമ്പോൾ 2 പ്രാവശ്യം പോകണമല്ലോ. 1 2 പ്രാവശ്യം പോയി. അപ്പം നമ്മൾ എവിടെ എത്തി? 1 എന്ന പൊസിഷനിൽ എത്തി. അതെന്താണ്? ഒരു അതിസംഖ്യയുടെ പൊസിഷനിലാണ് എത്തിയത്. അപ്പം ഇതെന്തായിരിക്കും ഉത്തരം? 1 എന്ന് നമുക്ക് ഉത്തരം എഴുതാം. മനസ്സിലായോ? 2 ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടിയത് എന്താണ്? ഒരു അതിസംഖ്യ. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. നോക്കി, -3 + 1 ഇങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് വിചാരിക്കാം. ഓക്കെ, -1 + 1. ഓക്കെ, അതാണെങ്കിൽ എന്താണ്? -1ൻ്റെ കൂടെ 1 കൂട്ടണം. അപ്പോൾ എന്താണ്? വലത് ഭാഗത്തേക്കാണ് പോകുന്നതല്ലേ. -1ൻ്റെ കൂടെ 1 കൂട്ടി. അപ്പോൾ എവിടെ എത്തി നിന്നു? -2ൽ നമുക്ക് എത്തി. അപ്പോൾ അതെന്താണ്? ഒരു ന്യൂനസംഖ്യയാണ് ലഭിച്ചത്.
അപ്പൊ എന്താണ്? ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിൽ കൂട്ടാൻ എങ്ങനെയാണ് മനസ്സിലായോ? അവ തമ്മിലെ എന്ത് ചെയ്യണം? വലിയ സൈൻ ഏതാണോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, വലുതിൻ്റെ സൈൻ ഏതാണോ അതാണ് നമ്മുടെ ഉത്തരത്തിൽ വരുന്നത്. ഓക്കെ, ഇവ തമ്മിൽ എന്ത് ചെയ്തു? ഇവ തമ്മിൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടാണ് ചെയ്യുന്നത്. നോക്കി, 2ഉം 1ഉം തമ്മിൽ കുറച്ചു. അപ്പം എന്ത് വന്നു? 1 എന്ന് ഉത്തരം വന്നു. 1 എന്ന് ഉത്തരം എഴുതി. ഇതിൽ വലുതിൻ്റെ ചിഹ്നം ഏതാണ്? വലിയ നമ്പർ ഏതാ? -1 ആണോ 2 ആണോ വലുത്? 2 ആണ് വലുത്. അപ്പം നമുക്ക് എന്താണ്? അതിൻ്റെ അതിസംഖ്യയാണെന്ന് കിട്ടി. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ പറഞ്ഞത്? ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ നമ്മൾ അവ തമ്മിൽ കുറയ്ക്കുന്നു. അവ തമ്മിലുള്ള സംഖ്യകളെ മാത്രം കുറച്ചിട്ട് അതിൻ്റെ വലുതിൻ്റെ ചിഹ്നം ഏതാണോ അത് നമുക്ക് ഉത്തരത്തിൽ ലഭിക്കും. ക്ലിയർ ആണോ? നമുക്ക് കുറച്ച് ചോദ്യങ്ങളും കൂടി ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ എന്താണ് സങ്കലനം എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിച്ചല്ലേ? അതിസംഖ്യകളും ന്യൂനസംഖ്യകളും തമ്മിലുള്ള സങ്കലനം എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. അപ്പം നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. എന്താ നമ്മളിത് ഈ -2 + -3 ഈ ഒരു ഇതിൻ്റെ എക്സ്പ്രഷൻ്റെ പ്രത്യേകത എന്താണ്? രണ്ട് ന്യൂനസംഖ്യകളെ തമ്മിൽ കൂട്ടുന്നതാണ് അല്ലേ? രണ്ട് ന്യൂനസംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് എന്ത് ഉത്തരം കിട്ടുക? ഒരു ന്യൂനസംഖ്യ ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ ആദ്യം മൈനസ് ഇട്ടു. ആൻസർ എന്ത് കിട്ടും? കൂട്ടുകയാണ്. അപ്പം നമ്മൾ എന്താ ചെയ്തേ? 2 + 3 5 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി 2 4 + 5 ഇത് രണ്ടും എന്താണ്? 2 അതിസംഖ്യകളാണ്. 2 അതിസംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ എങ്ങനെയാണ്? വെറുതെ കൂട്ടിയാൽ മതി അല്ലേ? ചിഹ്നം എന്തായിരിക്കും? അതിസംഖ്യ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ 9 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെ എന്താണ്? ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിലാണ് നമ്മൾ കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്? അവ തമ്മിൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നമിടണം. വലുതിൻ്റെ ചിഹ്നം ഇവിടെ എന്താണ്? പോസിറ്റീവാണ് അല്ലേ? 4 എന്ന് പറയുന്നതാണ് വലിയ സംഖ്യ, അതുകൊണ്ട് അതിൻ്റെ ചിഹ്നം പോസിറ്റീവാണ്. അപ്പോൾ അതൊരു അതിസംഖ്യയാണ് ഉത്തരം കിട്ടുക എന്ന് മനസ്സിലായി. ഇവ തമ്മിൽ കുറയ്ക്കുമ്പോൾ 4 - 1 3 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 അതിസംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം ഒരു അതിസംഖ്യയായിരിക്കും. 2 ന്യൂനസംഖ്യകളെ തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരം ഒരു ന്യൂനസംഖ്യയായിരിക്കും. ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിൽ കൂട്ടുമ്പോൾ ഉത്തരത്തിൻ്റെ പ്രത്യേകത എന്താണ്? വലിയ സംഖ്യയുടെ ചിഹ്നമായിരിക്കും. അതുപോലെ തന്നെ അവ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഒരു അതിസംഖ്യയും ന്യൂനസംഖ്യയും തമ്മിലുള്ള വ്യവകലനം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് 10 - 3 എന്നത് ചെയ്യാൻ നമുക്കറിയാം അല്ലേ? 10ൽ നിന്ന് 3 എന്ന സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 7 എന്ന് നമുക്കറിയാം. നമ്മൾ പണ്ടൊരു നിയമം പഠിച്ചിട്ടുണ്ടല്ലേ? വ്യവകലനം ചെയ്യാനായിട്ട് നമ്മൾ നിയമം പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? വലുതിൽ നിന്നേ ചെറുത് കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ? അതെ, കൂടുതലുള്ള സംഭവത്തിൽ നിന്നാണ് എന്തെങ്കിലും കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വലുതിൽ നിന്ന് മാത്രമേ ചെറുത് കുറയ്ക്കാൻ പറ്റൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് എന്തറിയാം? പുതിയ കുറച്ച് സംഖ്യകൾ അറിയാം അല്ലേ? ന്യൂനസംഖ്യകൾ എന്നുള്ള കുറച്ച് സംഖ്യകൾ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അങ്ങനെ മാത്രമാണോ കുറയ്ക്കാൻ പറ്റുക? എനിക്ക് ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കാനായിട്ട് സാധിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 1 2 -1 -2 -3 -4 -5 -6 -7 -8. ഓക്കെ, ഇതിലുള്ള സംഖ്യകൾ എഴുതിയെന്ന് മാത്രം. നമുക്ക് എന്തറിയാം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനായിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താണ്? ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കണം. ഓക്കെ, -3ൽ നിന്ന് എന്ത് കുറയ്ക്കണം? 10 എന്ന സംഖ്യ കുറയ്ക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? 10 പ്രാവശ്യം ഇങ്ങോട്ട് പോകണം അല്ലേ? കുറയ്ക്കായതുകൊണ്ട് നമ്മൾ എന്താണ് പോകുന്നത്? ഇടത്തോട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ കുറയ്ക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10. എവിടെ വന്നു നിന്നു? -7ൽ നമുക്ക് വന്ന് നിന്നു. പണ്ട് നമുക്ക് എന്തറിയില്ല? 0ക്ക് താഴെയുള്ള സംഖ്യകളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അന്ന് എന്ത് പഠിച്ചത്? വലുതിൽ നിന്ന് മാത്രമേ ചെറുത് കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പഠിച്ചത്. പക്ഷെ ഇപ്പം നമുക്ക് എന്തറിയാം? ന്യൂനസംഖ്യകളെക്കുറിച്ച് അറിയാം എന്നതുകൊണ്ട് എന്ത് ചെയ്യാം? ചെറുതിൽ നിന്നും വലുത് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം എങ്ങനെയാണ് ചെയ്യുക? എത്രയാണോ സംഖ്യ കുറയ്ക്കേണ്ടത് അത്രയും സംഖ്യകളെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക്
എത്താനായിട്ട് സാധിക്കും. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി നോക്കിയേ. 3 - 10 ഇതിലെന്താ നമ്മൾ ചെയ്തിട്ടുള്ളത്? ഒരു അതിസംഖ്യയും ഒരു രണ്ട് അതിസംഖ്യകളാണ് അല്ലേ? രണ്ടും അതിസംഖ്യകളാണ് അല്ലേ? 3 എന്ന് പറയുന്നതും 10 എന്ന് പറയുന്നതും അതിസംഖ്യകളാണ്. രണ്ട് അതിസംഖ്യകളെ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രണ്ട് അതിസംഖ്യകളെ തമ്മിൽ കുറയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആണല്ലോ. അതിൻ്റെ ഉത്തരം നമുക്ക് എന്താ കിട്ടിയത്? ഒരു ന്യൂനസംഖ്യയാണ് കിട്ടിയത്. അതിന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു ഒരു ഒരു ഇക്വേഷനായിട്ട് അങ്ങനെ ഒന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് പോവാണ്. ഓക്കെ, ഇവിടെ +3 എന്ന് നമുക്ക് വേണമെങ്കിൽ എഴുതാതിരിക്കാം. എഴുതാം നമുക്ക്. അപ്പോൾ +3 എന്ന് എഴുതി അതിസംഖ്യയെ. ഇവിടെ +10 എന്ന് നമുക്ക് എഴുതാം. സംശയമില്ലല്ലോ. എന്താ ചെയ്തത്? ഒന്നുമില്ല. 3 എന്ന് പറയുന്നത് ഒരു അതിസംഖ്യയാണ്, അതായത് ഒരു പോസിറ്റീവ് നമ്പറാണ്. +3 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അങ്ങനെ എഴുതി. 10 എന്ന് പറയുന്നതും എന്താണ്? ഒരു പോസിറ്റീവ് നമ്പറാണ്. അപ്പോൾ അതിനെ +10 എന്നും എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചോ. ഈ 3 അതുപോലെ തന്നെ താഴേക്ക് എടുത്ത് എഴുതി. ഇനി ഇവിടെയുള്ള രണ്ട് ചിഹ്നങ്ങളുണ്ടല്ലേ? ഇവിടെ മൈനസും ഇവിടെ പ്ലസ്സും. ഇത് രണ്ടിനെയും മാറ്റാൻ പോവാണ്. മൈനസിൻ്റെ ഓപ്പോസിറ്റ് എന്താ? പ്ലസ് അല്ല, ഓപ്പോസിറ്റ് അല്ലെങ്കിൽ മൈനസിന് വിപരീതമായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണ്? ആഡ് ചെയ്യാണല്ലേ ചെയ്യുന്നത്. പ്ലസ് ചെയ്തു. ഇവിടെ ഇതിന് പകരം -10 എന്നും നമുക്കറിയാം അല്ലേ? പ്ലസ് എന്നും -10 എന്നും നമുക്കറിയാം. ഇപ്പം എന്താ വന്നേ? ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയും തമ്മിലുള്ള സങ്കലനമാണ്. സങ്കലനം ചെയ്യാൻ നമുക്കറിയാലോ. ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയും എന്ന സങ്കലനം എങ്ങനെ ചെയ്യാം? അവ തമ്മിൽ കുറയ്ക്കുന്നു. വലുതിൻ്റെ ചിഹ്നം ഇടുന്നു. വലുത് ഏതതിൽ? 10. വലുതിൻ്റെ ചിഹ്നം 10 ആയതുകൊണ്ട് -7 എന്ന് കിട്ടി. ഇത് തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയത്? ഓക്കെ, ഇത് ചെയ്യുന്നൊരു കുഞ്ഞു മെത്തേഡാണ്. നമുക്ക് എങ്ങനെ വന്നാലും സങ്കലനം മാത്രം പഠിച്ചാൽ മതി. വ്യവകലനത്തിൻ്റെ ഏതാണ് അതിൻ്റെ ഒരു പാറ്റേൺ, എങ്ങനെയാണ് പോകുന്നത് എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട. സങ്കലനം മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? വ്യവകലനം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഏത് നമ്പറുകൾ എങ്ങനെ, ഏത് രണ്ട് ന്യൂനസംഖ്യയോ രണ്ട് അതിസംഖ്യയോ ഏത് രണ്ട് നമ്പറുകൾ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾക്ക് വ്യവകലനമാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? സങ്കലനത്തിൻ്റെ ആ ഒരു നിയമം മാത്രം പഠിച്ചാലായിട്ട് മതി. ഓക്കെ, നമുക്ക് എന്നാൽ വേറൊരു ക്വസ്റ്റ്യനും കൂടി ഒന്ന് ചെയ്തു നോക്കാം. ശരിയാവുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. 5 - 2 ഇത് നമുക്കറിയാം അല്ലേ? എത്രയാ? 3 എന്ന് നമുക്ക് കിട്ടും. ഇനി പറയാണ് 5 - 8 എന്നൊരു സംഖ്യയാണെന്ന് കരുതുക. 5 - 8 എന്ന സംഖ്യയെ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇപ്പം പറഞ്ഞ പോലെ ചെയ്യാം അല്ലേ? 5നെ നമ്മൾ അങ്ങനെ തന്നെ എഴുതി. പിന്നെ നമുക്ക് സങ്കലനം അറിയാം എന്നുള്ളത് കൊണ്ട് പ്ലസ്, ഇവിടെ എന്താണ്? പോസിറ്റീവ് ആയിരുന്നു, അതിനെ നമ്മൾ നെഗറ്റീവ് ആക്കി. ഓക്കെ അല്ലേ? 5 + -8 എന്ന് എഴുതി. ഇത് ചെയ്യാൻ നമുക്കറിയാം, സങ്കലനം ചെയ്യാൻ നമുക്കറിയാം. ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയുമാണ്. അവ തമ്മിൽ ചെയ്യുമ്പോൾ എന്താണ്? അവ തമ്മിൽ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അവ തമ്മിൽ കുറയ്ക്കുമ്പോൾ 8 - 5 3. വലുതിൻ്റെ ചിഹ്നം 8 ആണ്. 8ൻ്റെ ചിഹ്നം എത്രയാണ്? മൈനസ്. അപ്പം -3 എന്ന് നമുക്ക് കിട്ടും. ഒരു അതിസംഖ്യയും ഒരു ന്യൂനസംഖ്യയും വന്നപ്പോഴാണുള്ള വ്യവകലനമാണ് നമ്മൾ ചെയ്യാനായിട്ട് നോക്കിയത്. ഇനി രണ്ടും ന്യൂനസംഖ്യകളാണെന്ന് കരുതുക. -2 -1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ, -2 -1 ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് വ്യവകലനത്തിൻ്റെ നിയമങ്ങളൊന്നും പഠിക്കേണ്ടാന്ന്. വ്യവകലനത്തിൻ്റെ നിയമം പഠിക്കാതെ നമുക്ക് എങ്ങനെ ചെയ്യാം? സങ്കലനം ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇതിനെ എങ്ങനെ സങ്കലനത്തിൻ്റെ ഒരു മെത്തേഡിലേക്ക് മാറ്റാൻ പറ്റും? -2ന് നമ്മളൊന്നും ചെയ്യരുത് കേട്ടോ. -2 നമ്മൾ അങ്ങനെ തന്നെ ഇട്ടു. ഈ പ്ലസിന് പകരം മൈനസിന് പകരം നമ്മൾ എന്താക്കി? പ്ലസ് ആക്കി. ഈ മൈനസിന് പകരം നമ്മൾ എന്താക്കി? +1 എന്നാക്കി. ഓക്കെ, അപ്പം എന്നെ നമ്മൾ ഭംഗിയാക്കി എഴുതുന്നു. -2 +1 എന്ന് കിട്ടി. ഇതറിയാലോ, ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയാണ്. മൈനസ് ചെയ്യുന്നു, വലുതിൻ്റെ ചിഹ്നം ഇടുന്നു. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ത് വന്നു? +1 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ക്ലിയർ ആണല്ലോ? അപ്പം ഏത് രണ്ട് സംഖ്യകൾ, ഏത് രണ്ട് ന്യൂനസംഖ്യകളാണെങ്കിലും ഏത് രണ്ട് അതിസംഖ്യകളാണെങ്കിലും വ്യവകലനം ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡിലേക്ക് മാത്രം മാറ്റിയാൽ മതി. അപ്പോൾ സങ്കലനത്തിൻ്റെ നിയമങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് കുറച്ച് ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ വ്യവകലനമാണ് പഠിച്ചത്. വ്യവകലനത്തിൻ്റെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. 10 - 20 അത് നമ്മളപ്പോൾ എങ്ങനെ ചെയ്യാനാണ് പറഞ്ഞത്?
ഇവ തമ്മിലെ വ്യവകലനം മാറ്റുന്നു, എങ്ങനെയാക്കുന്നു? സങ്കലനത്തിലേക്ക് മാറ്റുന്നു അല്ലേ? അപ്പം ഇങ്ങനെ വരില്ലേ നമുക്ക്? എന്ത് ചെയ്തു? ഇവിടെ മൈനസിന് പകരം പ്ലസ് ആക്കി, ഇവിടെ അതിസംഖ്യയാണ്, അത് ന്യൂനസംഖ്യയാക്കി മാറ്റി. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്കറിയാം. വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുന്നു, വലുതിൻ്റെ ചിഹ്നം ഇടുന്നു അല്ലേ? അപ്പം -10 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ടീച്ചർ ചെയ്ത് തരുന്നത് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഉത്തരം എഴുതിയ ശേഷം മാത്രമേ ഇവിടെ നോക്കാവൂ കേട്ടോ ചെയ്തത്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ -3 -4 എങ്ങനെയാണ്? -3 പ്ലസ് ചെയ്തു, ഇത് അതിസംഖ്യനെ മാറ്റുന്നു, ന്യൂനസംഖ്യ ആക്കുന്നു, -4. ഇവിടുത്തെ പ്രത്യേകത എന്താ? രണ്ട് ന്യൂനസംഖ്യകളെ തമ്മിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൂട്ടുന്നത്, സങ്കലനം ചെയ്യുന്നത്. അപ്പോൾ അവ എന്താ തമ്മിൽ? രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് വലുതിന് അല്ലെ ചിഹ്നം ഏതാണോ അതിടുന്നു. അപ്പം -7 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. ഇവിടെയോ -5 പ്ലസ്, മൈനസിന് പകരം പ്ലസ് ആക്കുന്നു. ഇവിടെ ന്യൂനസംഖ്യ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിസംഖ്യയാക്കിയിട്ട് മാറ്റുന്നു. അപ്പോൾ ഇത് എത്രയാണ് വരിക? ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിൽ സങ്കലനം ചെയ്യാണ്. അവ എന്ത് തമ്മിൽ ചെയ്യും? രണ്ടും തമ്മിൽ മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടും. രണ്ട് തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. വലുതിൻ്റെ ചിഹ്നം എന്താണ്? പോസിറ്റീവാണ്. therefore അതൊരു അതിസംഖ്യയാണ്, 2 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലായല്ലോ. എങ്ങനെയാണ് സങ്കലനം വ്യവകലനവും ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി. നമുക്കതൊന്നും കൂടി ഒന്ന് ഓർത്തെടുത്താൽ നമ്മൾ അതിസംഖ്യകളെയും ന്യൂനസംഖ്യകളെയും തമ്മിൽ പഠിച്ചത് ഒന്നും കൂടി നമുക്ക് ഓർത്തെടുക്കാം. എന്തായിരുന്നു അതിസംഖ്യ? 0യുടെ വലതുഭാഗത്തേക്ക് പോകുന്ന സംഖ്യകളെ, ഒന്ന് കൂട്ടി കൂട്ടി പോകുന്ന സംഖ്യകളെയാണ് നമ്മൾ അതിസംഖ്യകൾ അല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ് എന്ന് വിളിച്ചത് ആണല്ലോ. എന്താണ് അതിസംഖ്യകൾ എന്നത് ഓർമ്മ വന്നു. എന്തായിരുന്നു ന്യൂനസംഖ്യകൾ? 0യുടെ താഴെ ഒന്ന് കുറച്ച് കുറച്ച് പോകുന്ന സംഖ്യകളെയാണ് ന്യൂനസംഖ്യകൾ അഥവാ നെഗറ്റീവ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പോസിറ്റീവ് നമ്പേഴ്സ് എന്താണെന്നും നെഗറ്റീവ് നമ്പേഴ്സ് എന്താണെന്നും ക്ലിയർ ആയി. ഇനി എന്താ ചെയ്തത്? രണ്ട് ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറൊക്കെ തമ്മിൽ എന്ത് ചെയ്യുന്നത് പഠിച്ചു? സങ്കലനവും വ്യവകലനവും ചെയ്യുന്നത് പഠിച്ചു. അപ്പം രണ്ട് അതിസംഖ്യകളെ തമ്മിൽ വ്യവകലനം ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും? എപ്പോഴും ഒരു അതിസംഖ്യ ആയിരിക്കും. ന്യൂനസംഖ്യകൾ തമ്മിൽ സങ്കലനം ചെയ്യുമ്പോൾ അത് തമ്മിൽ കൂട്ടുമ്പോൾ എന്തായിരിക്കും? അതൊരു ന്യൂനസംഖ്യയായിരിക്കും. പിന്നെന്താ നമ്മൾ പഠിച്ചത്? ഒരു ന്യൂനസംഖ്യയും ഒരു അതിസംഖ്യയും തമ്മിൽ കൂട്ടുകയാണെങ്കിൽ അവ തമ്മിൽ കുറച്ചതിനു ശേഷം അതിൽ വലിയ സംഖ്യയുടെ ചിഹ്നം ഏതാണോ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതെന്താണെന്ന് നമുക്ക് മനസ്സിലായാലും വലിയ സംഖ്യയുടെ ചിഹ്നമാണ് ഇടുന്നത്. അവ തമ്മിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സങ്കലനത്തിൻ്റെ നിയമങ്ങൾ. വ്യവകലനത്തിന് നമ്മൾ എന്തെങ്കിലും നിയമം പഠിച്ചോ? ഇല്ല. എന്താ നമ്മൾ ചെയ്തത്? വ്യവകലനം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വ്യവകലനത്തിൻ്റെ ഭാഗത്തെ ചിഹ്നങ്ങൾ രണ്ടും മാറ്റിയിട്ട് സങ്കലനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമ്മൾ പഠിച്ചത് അതിസംഖ്യകളും ന്യൂനസംഖ്യകളും എന്താണെന്ന് പഠിച്ചു. അവ തമ്മിലുള്ള സങ്കലനവും വ്യവകലനവും പഠിച്ചു. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ കുറേ അധികം പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യണം? ഇത് ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. അപ്പം നിങ്ങൾ മറക്കാതെ ഇത് ഓർത്തിരിക്കുക. ഇതിൻ്റെ ടിപ്സൊക്കെ ടീച്ചർ പറഞ്ഞത് ഓർത്ത് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു വീഡിയോ ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക്